വലിയ രീതിയിലുള്ള സൈബർ അറ്റാക്ക് നടക്കുന്നുണ്ട്. അതായത് നമുക്കെതിരെ വ്യക്തിപരമായിട്ടും അല്ലാതെയും ഒക്കെ അല്ലാത്ത രീതിയിലുള്ള സൈബർ അറ്റാക്ക് നടക്കുന്നുണ്ട്. എന്താണ് അതുമായിട്ട് ബന്ധപ്പെട്ട് നിയമപരമായിട്ട് മുന്നോട്ട് പോകാനോ അല്ലെങ്കിൽ വിഷയം? ഇല്ല, ഞാൻ അതിനെപ്പറ്റി ആലോചിച്ചിട്ടില്ല. ഞാൻ ഒന്നാമത് ഈ സൈബർ അറ്റാക്കിനെ അങ്ങനെ വലിയൊരു ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടില്ല ഇതുവരെ. കാരണം അത് എൻ്റെ വിഷയമല്ല. കാരണം നമുക്കറിയാം ഇത് നമ്മൾ ഇത്തരം വിഷയങ്ങൾ സംസാരിക്കുമ്പോൾ തീർച്ചയായിട്ടും ആക്രമിക്കപ്പെടും എന്നുള്ളത് അറിയാം. അതിനെ ഞാനൊരു വലിയ ഇമ്പോർട്ടൻസിലേക്ക് കൊടുത്തിട്ടില്ല. നിയമപരമായിട്ട് പോകണോ എങ്ങനെയാണെന്നുള്ളതിനെ കുറിച്ച് ആലോചിച്ചിട്ടില്ല. താങ്കൾ ഈ സംഭവം തുറന്നു പറഞ്ഞതിന് ശേഷം വേറെ ആരെങ്കിലും ഇത്തരത്തിൽ അനുഭവങ്ങൾ ഉണ്ടായവർ നേരിട്ട് ബന്ധപ്പെടുകയും ചെയ്തിട്ടുണ്ടോ? എന്നെ ചിലർ മെസ്സേജ് ചെയ്യും, കണക്ട് ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവർ പറയുന്ന അവർക്ക് പുറമേക്ക് പറയാനുള്ള ധൈര്യം ഇല്ല, വീട്ടുകാരോട് പോലും പറയാനുള്ള ധൈര്യമില്ല എന്നുള്ള രീതിയിലൊക്കെയാണ് സംസാരിക്കുന്നത്. ഒത്തിരി കോൾസ് വരുന്നുണ്ട്. ഞാനിതൊന്നും അറ്റൻഡ് ചെയ്തില്ല. കാരണം ഞാൻ മീഡിയാസിൻ്റെ മുന്നിൽ തന്നെയാണല്ലോ ഇപ്പോൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. എനിക്കറിയില്ല ആരൊക്കെയാണ് വിളിക്കുന്നത് എന്തൊക്കെയാണെന്നുള്ളത്. പിന്നെ എന്തൊക്കെയോ മെസ്സേജുകളൊക്കെ വരുന്നുണ്ട്, എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ട് ചില ഇതിൽ നിന്നൊക്കെ വരുന്നുണ്ട്. അതിനെക്കുറിച്ചൊന്നും ഞാനിപ്പോൾ ആലോചിച്ചിട്ടില്ല എന്തായാലും. അല്ല, അത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അത് നമ്മൾ ആലോചിച്ച് തീരുമാനിച്ച് എങ്ങനെയാണെന്ന് വെച്ചാൽ പറയും. ഇപ്പോൾ പറയാതെ തന്നെ ഇത്രമാത്രം സൈബർ അറ്റാക്ക് ഒന്ന് ആലോചിച്ച് നോക്കണം. നമ്മൾ ആ വിഷയത്തിൽ നമ്മൾ ഇന്ന ആളാണെന്നോ ഇന്ന പ്രസ്ഥാനമാണെന്നോ ഒന്നും നമ്മൾ പറഞ്ഞിട്ടില്ല. എന്നിട്ട് പോലും വെറുതെ ആവശ്യമില്ലാതെ ഒരു സൈബർ അറ്റാക്ക് അത് ഇതാക്കാവുന്ന കാര്യമേ ഉള്ളൂ. ഞാൻ പറയുകയും ചെയ്യുന്നുണ്ട്. ആ രീതിയിലേക്ക് ഞാൻ ഇപ്പം എന്തായാലും ആലോചിച്ചിട്ടില്ല എന്നുള്ളത്. എന്നിട്ടും വ്യാപകമായിട്ട് അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചില പേരുകൾ വരെ ഇട്ട് വിളിക്കുന്നു. അതൊക്കെ ഒരു ശരിയായ രീതിയല്ല. അത് കൂടുതൽ പറയുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകത്തേ ഉള്ളൂ. അത് പ്രതികൂലമായിട്ട് ബാധിക്കത്തേ ഉള്ളൂ. അതൊക്കെ ഈ പറഞ്ഞ നേതാവിന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും പ്രതികരണമോ പിന്നീട് മെസ്സേജ് വരുമോ അല്ലെങ്കിൽ സൈബറിൽ എവിടെയെങ്കിലും ഇല്ല, അങ്ങനെ ഡയറക്റ്റ് ആയിട്ട് ഒരു ഇതും വന്നിട്ടില്ല. ചില മെസ്സേജുകൾ വരുന്നുണ്ട്. ഞാൻ പറഞ്ഞ ഈ വ്യക്തിയിൽ നിന്നല്ല, ചില മെസ്സേജുകൾ വരുന്നുണ്ട്. നിന്നെ ജയിലിലാക്കും, നിനക്ക് ചില പാരിതോഷികങ്ങൾ കിട്ടും, അത്തരത്തിലുള്ള ചില മെസ്സേജുകൾ വരുന്നുണ്ട്. കമൻസ് ഒക്കെ വരുന്നുണ്ട്. അല്ലാതെ എന്നെ ആരും ഡയറക്റ്റ് ആയിട്ട് വിളിച്ച് ഭീഷണിപ്പെടുത്തുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ സംസാരിക്കുകയൊന്നും ചെയ്തിട്ടില്ല. സോഷ്യൽ മീഡിയ പേജിലേക്ക് ഇങ്ങനത്തെ ആളുകൾ എന്തെങ്കിലും വരുന്നുണ്ട്. എനിക്ക് മെസ്സേജുകൾ അയക്കുന്നുണ്ട്. ഇൻസ്റ്റഗ്രാമിൽ കമൻസ് വരുന്നുണ്ട്. വളരെ മോശമായ രീതിയിലുള്ള കമൻസുകളും വരുന്നുണ്ട്. അതിനെതിരെ ഏതെങ്കിലും നടപടികൾ ഇപ്പം ഞാൻ അതിനെക്കുറിച്ച് ആലോചിച്ചില്ല. ഞാൻ പറഞ്ഞല്ലോ, ഈ സോഷ്യൽ മീഡിയ ഇത് തന്നെയാണല്ലോ. സോഷ്യൽ മീഡിയക്ക് നടപടി എടുക്കാൻ തുടങ്ങി ഇതിന് മാത്രമേ സമയം ഉണ്ടാവുള്ളൂ. എന്തൊരു ഫോട്ടോ ഇട്ടാൽ പോലും ഈ രീതിയിലാണ്. അപ്പം ഞാനതിനെ വലിയ കാര്യമായിട്ട് കാണുന്നില്ല. പിന്നെ നമ്മൾ ആലോചിക്കേണ്ട ഒരു വിഷയമാണ് അതെന്താ ചെയ്യേണ്ടത്.